രേഖാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്നൊക്കെ പേരുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലത്തെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. സാധാരണയായിട്ട് അരിയൊക്കെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കുകയാണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നമുക്കിന്ന് അരിയൊന്നും അരച്ചെടുക്കാതെ അരിപ്പൊടി വെച്ചിട്ട് ഒരു നല്ല വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരിപ്പൊടി വെള്ളയപ്പം, നൂൽപ്പിട്ട്, ഇടിയപ്പം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി മാത്രമേ വട്ടയപ്പത്തിന് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് വറുത്തതായാലും അല്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേരാണ്. മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് നാളികേരം ചിരകിയത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1/4 കപ്പ് വെളുത്ത അവില് ഞാനിവിടെ 10 മിനിറ്റ് മുമ്പേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാർത്ത് എടുത്തതാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള അവിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വെള്ള അവില് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അടുത്തതായിട്ട് മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1/2 കപ്പ് പഞ്ചസാര ഇതിലെ കറക്റ്റ് മധുരമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കറിയുടെ കൂടെയാണ് ഈ വട്ടയപ്പം കഴിക്കുന്നത് വെച്ചെങ്കിൽ അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. അതല്ല വെറുതെ കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്തോളൂ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വട്ടയപ്പം നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്പാൽപ്പമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഓവറായിട്ട് വെള്ളമായി പോയാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് വെള്ളമായിട്ടില്ല, നല്ല കട്ടിയായി പോയിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് മാവ് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം പൊങ്ങാനായിട്ട് വെക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് അനുവദിക്കണം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാവും. പക്ഷേ ഇപ്പോൾ കുറച്ച് തണുവുള്ള സീസണാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ചിലപ്പോൾ വെക്കേണ്ടി വരും. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഒരു നൈറ്റ് മുഴുവനായിട്ട് വെച്ചിട്ട് പിന്നത്തെ ദിവസം കാലത്താണ് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പോണത്. വട്ടയപ്പത്തിനായിട്ടുള്ള മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിറച്ച് എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ഈ എയർ ബബിൾസ് പൊട്ടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കാരണം നന്നായിട്ട് ഇളക്കിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ അടിയിലത്തെ മാവ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരില്ല. മുകളിലത്തെ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പം മാത്രമേ പൊന്തി വരുള്ളൂ. അപ്പോൾ അത് കാരണം നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നാൽ അതിലെ എയർ ബബിൾസ് പൊട്ടി പോവാനും പാടില്ല. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിലാണ് ഞാനിന്ന് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ സ്റ്റീലിൻ്റെ കിണ്ണത്തിലെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ എടുത്തിട്ട് തടവി കൊടുക്കുകയാണ്. ഈ സ്റ്റീമറിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പകുതി വരെ മാത്രമേ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കണുള്ളൂ. കാരണം ഇത് പൊന്തി വരുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഫില്ലായിക്കോളും. അപ്പോൾ എപ്പോഴും പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. കാരണം അത് വെച്ചാൽ അത് അടിയിലേക്ക് തന്നെ പോവും. അപ്പോൾ ഒരു പകുതി വേവായ ശേഷം മാത്രമേ എന്തെങ്കിലും നമ്മൾ ഡെക്കറേഷൻസിന് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാനായിട്ട് പാടുള്ളൂ. ഒരു മൂടി കൊണ്ട് നമുക്ക് മൂടി കൊടുക്കാം. അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും അതിനുശേഷം ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ കുത്തി നോക്കാണ് കേട്ടോ. കണ്ടു, അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കണില്ല, കറക്റ്റ് ആയിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഈ പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഈ പ്ലേറ്റിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നില്ലേ എന്ന് നോക്കി നോക്കാം. അപ്പോൾ എല്ലാ ഭാഗവും വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാട്ടി തരാം കേട്ടോ. ഉൾഭാഗമൊക്കെ എത്ര വെന്തുണ്ടെന്ന് ഒന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ. കണ്ടോ എത്ര സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തുകൊണ്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ചെറി വെച്ചിട്ടോ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ മുന്തിരി വെച്ചിട്ടോ ഒക്കെ ഇത് അലങ്കരിച്ചെടുക്കാം. ഞാൻ പകുതി വെന്ത സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരി വെച്ച് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇതുപോലെ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിൽ വെച്ചിട്ട് അലങ്കരിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം നിങ്ങൾ തയ്യാറാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.